അവിടെ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളുള്ളത് ലിംഹാൻസിനകത്താണ്. ഒരു സീക്രട്ട് ടണൽ നമുക്ക് നോക്കാം. സോ ഇതാണ് ആ വഴി അവിടെ പോകാനുള്ളത്. നിങ്ങൾ ആ ഫ്രണ്ടിൽ കാണുന്ന വലിയ കുഴിയില്ലേ, അതിൻ്റെ ആ ഭാഗത്താണ് ടണലില്ല. ഇത് നിന്ന ഹോസ്പിറ്റലിനകത്താണ്. ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകേണ്ട ഒരു സീക്രട്ട് ടണലാണ്. നല്ല ആഴമുണ്ട്. നമ്മൾ ഈ തിരുവനന്തപുരം മൃഗശാലയിലും ഈ സാധാരണ മൃഗശാലയിൽ പോയി കഴിഞ്ഞാൽ ഈ പുലികളെയും മറ്റേ ഈ ആക്രമിക്കുന്ന സാധനങ്ങളെയൊക്കെ എടുത്ത് ഇങ്ങനെ കിടന്നിട്ടില്ല. അത് കണക്കൊരു വലിയൊരു കുഴിയിൽ അങ്ങോട്ടൂടെ പോയിട്ട് വേണം അതിന് കയറിപ്പോകാൻ. കണ്ടോ, ആ കാണുന്നതാണ് ടണൽ. അത് റോഡിനെ അണ്ടർ പാസ് ചെയ്ത് അപ്പുറത്തെ സെക്ഷനിലായിട്ട് നമുക്ക് എളുപ്പം പോകാൻ പറ്റും. സോ ഇതാണ് പെഡസ്ട്രിയൻ വഴി. അവർക്ക് നടക്കാനുള്ളവർക്ക് പ്രത്യേക വഴിയുണ്ട് അതിൻ്റെ സൈഡിൽ. അത് നമുക്ക് വായിക്കാൻ പറ്റും. സ്റ്റെപ്പാണ്, സ്റ്റെപ്പ് ഇറങ്ങി ഏകദേശം പുറത്തെത്തി കഴിഞ്ഞാൽ ലിംഹാൻസിൻ്റെ പഠന സെഷനെത്തി. അല്ലെങ്കിൽ നമ്മൾ റോഡിൻ്റെ അവിടെ കാത്തു വന്ന് വെയിറ്റ് ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാധാരണ ഞാൻ ഇത് ഇപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത് ഈ വഴി. ആദ്യം ഞാൻ അപ്പുറത്ത് വന്നുകൊണ്ടിരുന്നത് ഒരു ബ്രിഡ്ജുണ്ട് ചെറിയ, അത് വീണ് വരുന്നത്. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. സ്റ്റെപ്പ് കയറി നേരെ എടുത്ത് ഒരുപാട് നല്ല പൊക്കമുണ്ട്. ഇത് പിന്നെ വലിയ കുഴപ്പമില്ല. അതുകൂടെ പോയി ഡയറക്റ്റ് നമ്മുടെ ഹോസ്റ്റലിൻ്റെ ആ സൈഡിലെത്താൻ പറ്റും. സീക്രട്ട് ടണലാണ്. അധികം ആർക്കും അറിയത്തില്ല. ഓൺലി ഇതിനകത്ത് ജോലി ചെയ്യുന്നവർക്ക് മാത്രമേ ഈ സംഭവത്തെപ്പറ്റി അറിയത്തുള്ളൂ. ഇപ്പം നിങ്ങൾക്കും അറിയാൻ തോന്നുന്നു. ഓക്കെ, അത്രയേ ഉള്ളൂ സംഭവം. ഇതിനെ ഹിസ്റ്റോറിക്കലായിട്ട് പറയാമെന്ന് എനിക്കറിയത്തില്ല. ഇനി ഞാനത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട്